പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ. കുന്നുകളും താഴ്വരകളും നിറഞ്ഞ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങളുടെ കുന്നന്താനം എന്ന ഗ്രാമം. ഈ ഗ്രാമത്തിൽ 1857 ജനിച്ച വ്യക്തിയായിരുന്നു TJ വർക്കി ആശാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ എന്ന അനുഗ്രഹീതമായ പ്രാർത്ഥനാ ഗാനം മലയാളികളായ ക്രൈസ്തവർക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സുപരിചിതമാണ്. ക്രൈസ്തവ കുടുംബങ്ങളിൽ മിക്കവാറും എല്ലാ സന്ദർഭങ്ങളിലും ദൈവസന്നിധിയിൽ പാടാറുള്ള ഈ അനുഗ്രഹീതമായ ഗാനം രചിച്ചത് TJ വർക്കി ആശാനാണ്. കുന്നന്താനത്തെ തെക്കേപ്പറമ്പിൽ കുടുംബത്തിൽ 1857 അദ്ദേഹം ജനിച്ചു. 17ാമത്തെ വയസ്സിൽ ഒരു അധ്യാപകനായി സേവനം ആരംഭിച്ചു. വിവിധ ഇടങ്ങളിൽ അധ്യാപക വൃത്തിയിൽ താൻ ഏർപ്പെട്ടിരുന്നു. യാക്കോബായ കുടുംബത്തിലാണ് താൻ ജനിച്ചു വളർന്നതെങ്കിലും സുവിശേഷ വേലയോടുള്ള താല്പര്യം മുഖാന്തരം മർത്തോമാ സുവിശേഷ സംഘത്തിൽ താൻ ചേരുകയുണ്ടായി. ബാല്യം മുതൽ തന്നെ ഗാനാലാപനത്തിനും ഗാനരചനയ്ക്കും പ്രത്യേക പാഠവും സിദ്ധിച്ച വ്യക്തിയായിരുന്നു വർക്കി ആശാൻ. പലയിടങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ താൻ വ്യാപൃതനായി. തൻ്റെ 70ാമത്തെ വയസ്സിൽ ഡയബറ്റിക് രോഗം ബാധിച്ച് കാലിന് വ്രണമായി അതിവേദനയാൽ കഷ്ടപ്പെട്ട അനേക ദിനങ്ങൾ തനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ സന്ദർഭങ്ങളിലെല്ലാം പ്രാർത്ഥനയിലും ഗാനരചനയിലും ദൈവാശ്രയത്തിലും താൻ മുന്നേറിക്കൊണ്ടിരുന്നു. 1931 സെപ്റ്റംബർ മാസം 26-ാം തീയതി തൻ്റെ മകനോട് പറഞ്ഞു, ഇനി ഞാൻ ഒരു ദിവസം കൂടെ മാത്രമേ നിന്നോടൊപ്പം ഇവിടെ താമസിക്കുകയുള്ളൂ, ഞാൻ നാളെ മടങ്ങിപ്പോകും. താൻ പറഞ്ഞതുപോലെ തന്നെ 1931 സെപ്റ്റംബർ മാസം 27-ാം തീയതി നിത്യവിശ്രമത്തിനായിട്ട് ദൈവസന്നിധിയിലേക്ക് താൻ ചേർക്കപ്പെട്ടു. എന്നാൽ ക്രൈസ്തവ കൈരളിക്ക് അനേക ഗാനങ്ങൾ സംഭാവന ചെയ്താണ് ആ ഭക്തൻ ഈ ലോകത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ചേർക്കുക. തൻ്റെ തൂലികയിൽ നിന്ന് വിരചിതമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ചില ഗാനങ്ങളാണ് പരനേ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ, രക്ഷിതാവിനെ കാൺക പാപി, ജീവനെ എൻ ജീവനെ നമോ എന്നൊക്കെയുള്ള അനുഗ്രഹീതമായ ഗാനങ്ങൾ. കേരളക്കരയിലെ ക്രൈസ്തവ ഭവനങ്ങളിൽ വർക്കി ആശാന്റെ ഗീതങ്ങൾ കെടാവിളക്കായി ഇന്നും ശോഭിച്ചു നിൽക്കുകയാണ്.